നമസ്കാരം, ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നൊരുക്കത്തോടെയാണ് കേരളത്തിലുടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ UDF നേരിടുന്നത്. യുവ നേതാക്കളും വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവരും മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ BJPയും LDFും ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് വ്യാജ ആരോപണങ്ങളും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും. ഇതിനെയെല്ലാം ലാഘവത്തോടെയും പക്വതയോടെയുമാണ് കോൺഗ്രസ് നേതൃത്വവും സ്ഥാനാർത്ഥികളും സമീപിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ് ഇത്തവണത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നെടുന്തൂണെന്ന് തന്നെ പറയാം. ഇക്കൂട്ടത്തിൽ ഒരു യുവ സ്ഥാനാർത്ഥി കൂടി അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. കോഴിക്കോട് എടക്കാട് വാർഡിലെ UDF സ്ഥാനാർത്ഥി NV അഞ്ജന. എടക്കാട് ഉണരുന്നതിന് മുൻപ് അവിടുത്തെ ഓരോ വീടുകളിലും എത്തുന്ന അഞ്ജനയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിലെ എടക്കാട് തിരിച്ചുപിടിക്കാനുള്ള ഉറച്ച തീരുമാനത്തോടെയാണ് UDF സ്ഥാനാർത്ഥിയായി NV അഞ്ജനയെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായുള്ള തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെ അഞ്ജന പുറത്തു വന്നിട്ടില്ല. പ്രദേശവാസികൾക്ക് സുപരിചിതയായ അഞ്ജനയിൽ കോൺഗ്രസിനുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി എടക്കാട് വാർഡിൽ സജീവമായിരിക്കുകയാണ് അഞ്ജന. പത്രവും പാലും പിന്നെ പ്രചരണവും, അതാണ് അഞ്ജനയുടെ ഇപ്പോഴത്തെ പൂർണ്ണ രൂപം. ഒപ്പം ഡാൻസ് പഠിത്തവും. വർഷങ്ങളായി എടക്കാട് വാർഡിലെ വീടുകളിൽ പത്രവും പാലും വിതരണം ചെയ്യുന്നത് അഞ്ജനയാണ്. സ്ഥാനാർത്ഥിയായതിനു ശേഷവും പാലും പത്രവും ഒക്കെ വിതരണം ചെയ്ത ശേഷമാണ് അഞ്ജന ദിവസവും പ്രചരണത്തിനിറങ്ങുന്നത്. അതിരാവിലെ തന്നെ എടക്കാട് പാൽ സൊസൈറ്റിയിൽ നിന്ന് പാലെടുത്ത് തുടങ്ങുന്ന യാത്ര അവസാനിക്കുന്നത് പ്രചരണത്തിലാണ്. 130ഓളം വീടുകളിൽ പത്രവും 30 വീടുകളിൽ പാലും വിതരണം ചെയ്യും. ശേഷം ജോലിക്ക് പോവും. തിരികെ എത്തിയാൽ പിന്നെ കുട്ടികൾക്കായി അഞ്ജന ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രദേശവാസികൾക്ക് സുപരിചിതയായ അഞ്ജനയോടുള്ള എടക്കാട് വാർഡിലെ വോട്ടർമാരുടെ സ്നേഹവും കരുതലും ഒന്ന് വേറെ തന്നെയാണ്. തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ തിരക്കിനിടയിലും ജനങ്ങൾക്കായി ജനങ്ങളോടൊപ്പം നിന്ന് പോരാടാൻ തയ്യാറാകുമ്പോൾ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന വിശ്വാസം അഞ്ജനയ്ക്കുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കരുത്തുള്ള പക്വതയുള്ള അഞ്ജന എടക്കാട് വാർഡ് കൗൺസിലറായാൽ അത് അവിടുത്തെ ജനങ്ങൾക്കും നേട്ടമാണ്. പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ പ്രചരണ സമയത്തെ സ്നേഹത്തോടെയുള്ള ആളുകളുടെ സമീപനവും സങ്കടവും പറച്ചിലും ദുരിത ജീവിതങ്ങളും അഞ്ജനയുടെ കണ്ണ് നിറയ്ക്കുന്നുണ്ട്. അപ്പോഴും വാർഡിലെ പ്രധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിൽ അഞ്ജന ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നം റോഡാണെന്നാണ് അഞ്ജന പറയുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാവങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്കായി പ്രവർത്തിക്കാനും അവരോടൊപ്പം നിൽക്കാനും താൻ എന്നും ഉണ്ടാകുമെന്നും അഞ്ജന ഉറപ്പ് പറയുന്നു. ജോലിക്കും ജനസേവനത്തിനും സമയം കണ്ടെത്താൻ തനിക്ക് കഴിയുമെന്ന പൂർണ്ണ വിശ്വാസവും അഞ്ജനയ്ക്കൊപ്പമുണ്ട്. നാടിന്റെ വികസനങ്ങൾക്കായി പോരാടാൻ അഞ്ജന തയ്യാറായി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനി വേണ്ടത് ജനങ്ങളുടെ പിന്തുണ മാത്രമാണ്. ഇടത് കോട്ടയായ എടക്കാട് തിരികെ പിടിക്കാനായി വോട്ട് അഭ്യർത്ഥിച്ച് പ്രവർത്തകരും അഞ്ജനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് പ്രചരണത്തിന് ശക്തി കൂട്ടുന്നുണ്ട്. സാധാരണക്കാരിയായ അഞ്ജനയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും വിജയം ഉറപ്പിച്ചു തന്നെയാണെന്നതിൽ സംശയം വേണ്ട. പ്രമുഖരും മുതിർന്ന നേതാക്കളുമായ സ്ഥാനാർത്ഥികൾ ഒരു വശത്ത് പ്രചരണത്തിൽ കരുത്തു തെളിയിക്കുമ്പോൾ എടക്കാട് വാർഡിൽ തന്റേതായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി നിലവിൽ മുന്നോട്ടു പോവുകയാണ് ഈ യുവ സ്ഥാനാർത്ഥി. അതും തെരഞ്ഞെടുപ്പിലെ തന്റെ കന്നി അംഗത്തിനെന്നത് എടുത്തു പറയണം. തന്റെ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിൽ വിജയിക്കുമെന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് അഞ്ജന മുന്നോട്ട് പോകുന്നത്. ശരിക്കും അഞ്ജനയെ പോലെയുള്ള ജനപ്രതിനിധികളെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. വരും കാലത്ത് സാധാരണക്കാർക്കായി നിയമസഭയിലും ലോക്സഭയിലും ശബ്ദമുയർത്താൻ അഞ്ജനയെ പോലെയുള്ള സാധാരണക്കാർ തന്നെ മുന്നിലുണ്ടാകണം. അതിനുള്ള അവസരമാണ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. മാത്രമല്ല, സ്ഥാനാർത്ഥികൾക്ക് പദവി നൽകുന്നതിനുള്ള അവസരമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ വോട്ടർമാർ കാണേണ്ടത്. മറിച്ച് നിങ്ങളുടെ പ്രതിനിധിയാകാൻ യോഗ്യതയുള്ളവരെ കണ്ടെത്താനും അതുവഴി നിങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും വികസനങ്ങളും അവരിലൂടെ നേടുന്നതിനുമുള്ള അവസരമായാണ് വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.